അങ്ങനെ വരുമ്പോൾ അഴീക്കോട് മാഷയുടെ ഈ ഓർമ്മ പുതുക്കാൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ നടത്താവുന്ന പ്രഭാഷണ പരമ്പരകളിൽ ഏറ്റവും പ്രസക്തമായ പ്രഭാഷണ പരമ്പരയാണിത്. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയിൽ നമുക്കറിയാം, 3 ദിവസം മുമ്പാണ് തമിഴ്നാട്ടിൽ 3 ദലിതരെ വെട്ടിക്കൊന്നത്. വെട്ടിക്കൊല്ലാൻ കാരണം കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. നമുക്ക് കേരളത്തിൽ അങ്ങനെയൊന്ന് സ്വപ്നം കാണാൻ പോലും ഇപ്പോൾ കഴിയില്ല. ഇന്ത്യ എവിടെ നിൽക്കുന്നു? കുതിരപ്പുറത്ത് കയറി എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഒരു ദളിതനെ അടിച്ചു കൊല്ലുന്നു. നമ്മുടെ ഭരണകർത്താക്കൾ തന്നെ നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നു. സ്വാതന്ത്ര്യം എന്നുള്ളത് നമുക്കിനിയും നാളെ ഉണ്ടാകുമോ എന്ന് പോലും ഭയപ്പെടുത്തത്തക്കവണ്ണം, ആശങ്കപ്പെടുത്തത്തക്കവണ്ണമുള്ള നീക്കങ്ങൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഈ സമയത്ത് നമുക്ക് എവിടെയാണ് ആശ്രയം? കാൾ മാർക്സിൻ്റെ ചിന്തകൾ അവസാനിക്കുന്നതല്ല, വികസ്വരമാണ്. ഏത് പ്രത്യയശാസ്ത്രവും വികസ്വരമായിരിക്കുമ്പോൾ മാത്രമാണ് അതിനെ പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ അതൊരു ടോംബാണ്, ശവകുടീരം. വികസിക്കാത്ത ഏതൊരു സിദ്ധാന്തവും, പുതിയതായി വ്യാഖ്യാനിക്കപ്പെടാത്ത ഏതൊരു സിദ്ധാന്തവും വെറും ശവകുടീരമാണ്. പാബ്ലോ നെരൂദ തന്നെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ദ ഹെറിറ്റേജ് ഓഫ് ടോംസ് എന്ന് പറയുന്നു. ടോംബുകൾക്ക് മുകളിൽ കയറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അപ്പം മാർക്സിസം ഒരു വിളക്കാണ്. ആ വിളക്ക് കൊണ്ട് ആധുനിക ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സഞ്ചരിക്കാൻ കഴിയണം. ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ പുതിയ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ കഴിയണം, അവയ്ക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയണം. അതുകൊണ്ട് നിത്യനൂതനവും വളർന്നുകൊണ്ടേയിരിക്കുന്നതുമായ ഒരാശയ സംഹിതയ്ക്കാണ് മാർക്സും എംഗൽസും തുടക്കം കുറിച്ചത്. പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, പുതിയ താക്കോലുകൾ തന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരേ സമയത്ത് മാർക്സിസം ഒരു വലിയ വിളക്കും ഒരു വലിയ താക്കോൽ കൂട്ടവുമാണ്. പുതിയ കാലത്തിൻ്റെ അവസ്ഥകളെ, മനുഷ്യാവസ്ഥകളെ, ദുരന്തങ്ങളെ, പ്രതിഭാസങ്ങളെ, പ്രതിസന്ധികളെയെല്ലാം തുറന്നു നോക്കാനുള്ള താക്കോലും അദ്ദേഹം തന്നിട്ടുണ്ട്. അങ്ങനെ വിളക്കും താക്കോൽ കൂട്ടവുമായ മാർക്സിസ്റ്റ് ചിന്താസംഹിതയെക്കുറിച്ചാണ് ബി രാജീവൻ സംസാരിക്കുന്നത്. ഒപ്പം തന്നെ ഗാന്ധിജിയെക്കുറിച്ചും അംബേദ്കറെക്കുറിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട പേര്, ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഗാന്ധിജിയേക്കാൾ പ്രധാനപ്പെട്ട പേരായി മാറുകയാണ് ഡോക്ടർ അംബേദ്കറുടെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്സിൽ പഠിച്ച് അങ്ങനെ നിരവധി ബിരുദങ്ങൾ തേടി വന്ന അദ്ദേഹം BBC നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ രാജീവൻ വരുന്നുണ്ടെന്ന് പ്രമാണിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂ കേട്ടു നോക്കി. വ്യക്തമല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഗാന്ധിജി ഒരു ഇംഗ്ലീഷ് പത്രം നടത്തുന്നുണ്ട്. ആ ഇംഗ്ലീഷ് പത്രത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് തൊട്ടുകൂടായ്മയ്ക്കെതിരെയാണ്. അതേസമയം ഒരു ഗുജറാത്തി പത്രം അദ്ദേഹം നടത്തുന്നുണ്ട്, അതിൽ അദ്ദേഹം വർണ്ണാശ്രമ ധർമ്മങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഞാൻ ഗാന്ധിജിയെ ജയിലിൽ പോയി കണ്ട് സംസാരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു വലിയ സദസ്സിൽ പ്രസംഗിക്കാൻ അനുവദിക്കപ്പെട്ടില്ല. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ആരും പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. ഡോക്ടർ അംബേദ്കർ തന്നെ സ്വന്തം ചെലവിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുരോഗതിയുടെ പാതയിൽ കിടക്കുന്ന ഏറ്റവും വലിയ പാറമലയാണ് ജാതി വിവേചനം. അതിനെ നീക്കാതെ ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം കിട്ടുകയില്ല എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായിരിക്കുന്നു ആ വിഷയം. ഗാന്ധിജിയും കാൾ മാർക്സും അംബേദ്കറും ചേർന്ന് നൽകുന്ന ചില ഉഷസന്ധികൾ നമ്മുടെ വരുംകാല ജീവിതത്തിൽ നമുക്കുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പുതിയ പ്രഭാതങ്ങൾ, ആ പുതിയ പ്രഭാതങ്ങളിൽ ഈ 3 പേരുടെയും ആശയങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള ഒരു സൂര്യനാകും ഉദിക്കുക. ആ സൂര്യനായിരിക്കും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വെളിച്ചം തരിക, നമ്മുടെ നാട് യഥാർത്ഥ മനുഷ്യമോചനത്തിലേക്ക് സഞ്ചരിക്കുക. അതിൽ നായകസ്ഥാനം തന്നെ കാൾ മാർക്സിനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള രചനകൾ, ഇപ്പോൾ തന്നെ എത്നോളജിക്കലായ സംഗതിയൊക്കെ രാജ്യം പറയുന്നുണ്ട്. അദ്ദേഹം വെറും സാമ്പത്തിക പൊളിറ്റിക്കൽ എക്കണോമി, രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രകാരൻ മാത്രമല്ല,
ലോകത്തിലെ ശാസ്ത്രമണ്ഡലത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനും മാക്സ് പ്ലാങ്കും ഉള്ളവരൊക്കെ വന്നപ്പോൾ ഉണ്ടായ വൈജ്ഞാനിക വിപ്ലവത്തെക്കാൾ വലിയ വിപ്ലവമാണ് മാർക്സ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിലൂടെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചത്. അതിൽ സാമ്പത്തികം മാത്രമല്ല വിഷയം, പരിസ്ഥിതിയുണ്ട്, സ്ത്രീകളുണ്ട്, ആധുനിക ജീവിതം നേരിടുന്ന എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കാൻ തക്ക ആശയങ്ങളുടെ ബീജങ്ങൾ അദ്ദേഹത്തിന് നിരവധി കുറിപ്പുകളിൽ കൂടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ആ കുറിപ്പുകളും ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിത്യവികസ്വരമായ ഒരാശയ സംഹിതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. അത് വികസിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ കാലത്തെയും മനുഷ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സൂചനയെങ്കിലും അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രതീക്ഷയാണ് മാർക്സിസം. മാർക്സിന് ശേഷം എന്ന് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും രാജീവിൻ്റെ പ്രഭാഷണങ്ങൾ സുകുമാർ അരീക്കോടിന് ഏറ്റവും അനുയോജ്യമായ സ്മാരക പ്രഭാഷണമായിരിക്കും എന്ന തികഞ്ഞ പ്രത്യാശയോടെ ഞാൻ ഔപചാരികമായി ഈ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി.